ചില പ്രമാദമായ സംഭവങ്ങളൊക്കെ ഉടനടി വാർത്തയാവാറില്ല. ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമാണ് പലപ്പോഴും പുറത്തു വരുന്നത്. ഒരു യുദ്ധസമയത്ത് പോലും ചിലപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് വളരെ വൈകിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തും നമ്മളത് കണ്ടതാണ്. നാസികൾ യഹൂദന്മാർക്കെതിരെ നടത്തിയ അതിഭയാനകമായ ക്രൂരതകളെക്കുറിച്ച് മർമറിംഗ് ഉണ്ടായിരുന്നെങ്കിലും, മുറുമുറുപ്പുകളും ചില ചെവിയിൽ അടക്കം പറച്ചിലുകളും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പുറം ലോകം അറിഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ തീവ്രത പൂർണ്ണമായി ലോകത്തിന് മനസ്സിലായത്. അതുപോലെ ഒരു പ്രധാന സംഭവം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടത്തിയ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള വളരെ വളരെ ഭീമമായ തോതിലുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം പുറത്തറിയുന്നത് ഇപ്പോഴാണ്. അത് സംഭവിച്ചത് കഴിഞ്ഞ വർഷം, അതായത് 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി സിറിയയുടെ മണ്ണിൽ വെച്ചാണ്. അന്ന് ബാഷർ അൽ അസദാണ് സിറിയയുടെ പ്രസിഡന്റ്. അന്ന് സിറിയയുടെ ആഭ്യന്തരമായ കലഹം മൂർധന്യത്തിലെത്തിയിട്ടില്ല. അന്ന് HTS ആക്രമണം തുടങ്ങിയിട്ടില്ല. അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലും ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും യുദ്ധം നടക്കുന്ന ഒരു സമയത്താണ്. ഇറാനുമായി പോരാട്ടം നടക്കുന്നു. ആ സമയത്ത് ഗംഭീരമായ ഒരു ആക്രമണം, ഒരു സൈലന്റ് ഓപ്പറേഷൻ ഇസ്രയേൽ സിറിയയ്ക്കുള്ളിൽ നടത്തി. സിറിയയുടെ പടിഞ്ഞാറൻ തീരത്തു നിന്നും ഒരു 45 കിലോമീറ്റർ കിഴക്ക് മാറി സിറിയയുടെ ഉള്ളിൽ ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്നും ഒരു ഏതാണ്ട് 200 കിലോമീറ്ററോളം വടക്ക് പടിഞ്ഞാറ് മാറി ഒരു സ്ഥലം. അവിടെ ഇറാന്റെ ഒരു വൻ മിസൈൽ നിർമ്മാണ യൂണിറ്റ് സിറിയൻ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു വർഷം 300-ലധികം അത്യന്തം വിനാശകാരികളായ മിസൈലുകളെ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനം അത് ഇസ്രായേലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് 2017-18 ശ്രദ്ധയിൽപ്പെട്ടു. നിർമ്മാണ കാലത്ത് തന്നെ 2021 അത് ഓപ്പറേഷനിലായി. ലോകം പുറത്തറിഞ്ഞില്ല, ഇസ്രായേൽ അതറിഞ്ഞു. അത് പുറത്ത് പറഞ്ഞതുമില്ല, രഹസ്യമായി നിർത്തി. ഇസ്രായേലി മൊസദും ഇസ്രായേലിന്റെ IDF-ഉം ഈ മഹാസംഭവം ഉരുത്തിരിഞ്ഞു വരുന്ന ഭൂഗർഭ നിലയങ്ങളിൽ ഒരു മല മുഴുവൻ തുരന്ന്, ഒരു വലിയ മലയാണ്, ആ മല മുഴുവൻ തുരന്ന് അവിടെ മിസൈൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ, മിസൈൽ നിർമ്മാണ യൂണിറ്റ്, മിസൈലുകളുടെ ഒരു വലിയ ശേഖരം, നിർമ്മിച്ചു വെച്ച ഉപയോഗിക്കാത്ത മിസൈലുകളുടെ വൻ ശേഖരം, അതോടൊപ്പം ഒരു ഓഫീസ് സമുച്ചയവും, പിന്നീട് 16 വ്യത്യസ്തമായ മുറികൾ, വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കാണ്, കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷനുള്ള മുറികളാണ്. ഇതെല്ലാം അടങ്ങുന്ന അത്യന്താധുനികമായ സംവിധാനം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, ചാരക്കണ്ണുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ, ഇസ്രായേലിന്റെ മാത്രം ചാരക്കണ്ണുകളുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു സംഭവം, ആ ഒരു സമുച്ചയം ഇസ്രായേൽ നോക്കി വെച്ചിരുന്നു. തക്കം കിട്ടിയ സമയത്ത് ആരാലും അറിയാതെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ 1-2 പ്ലെയിൻ ചെന്ന് ബോംബിടുകയൊന്നുമല്ല, അതൊന്നുമല്ല സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് IDF-ന്റെ ഒരു എലീറ്റ് വിഭാഗമുണ്ട്. ആ എലീറ്റ് വിഭാഗം ഷൽദാൻ ഫോഴ്സാണ്. ഷൽദാൻ എന്ന് പറയുന്ന ഒരു ഫൈറ്റർ ഫോഴ്സാണ്. ആ ഷൽദാൻ സൈന്യത്തിൻ്റെ ഒരു 100 കമാൻഡോകൾ, ആ കമാൻഡോകൾ അവരോടൊപ്പം തന്നെ മറ്റ് 20 കമാൻഡോകളും കൂടെ ചേരുകയാണ്. എല്ലാം വ്യോമസേന ഉദ്യോഗസ്ഥന്മാരാണ്, സൈനികരാണ്. ഈ പ്ലാന്റ് ഗസ്വ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംവിധാനം ഇരിക്കുന്നത്. ഗസ്വ അധികം അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല, അതൊരു വിജനമായ സ്ഥലമാണ് ഗസ്വ. അത് സിറിയയ്ക്കുള്ളിലാണ്. അവിടേക്ക് ഈ 120 കമാൻഡോകളെ, വ്യോമസേന കമാൻഡോകളെ, വ്യോമസേനയുടെ ചരക്ക് നീക്കം നടത്തുന്ന ഹെലികോപ്റ്ററുകൾ എത്തിക്കുകയാണ്. അതും വളരെ താഴ്ന്നു പറഞ്ഞുകൊണ്ട് സിറിയയുടെ റഡാറുകളെ ലെബനന്റെ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ, ഹിസ്ബുള്ളയുടെ ശ്രദ്ധയിൽപ്പെടാതെ മെഡിറ്ററേനിയൻ കടലിലൂടി, പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലിലൂടി ചെന്ന് സിറിയയുടെ മണ്ണിലേക്ക് വളരെ താഴ്ന്നു പ്രവേശിച്ച് റഡാറുകളെ വെട്ടിച്ച് അവരെ അവിടെ ഈ മലയുടെ ചുറ്റും ഈ പറയുന്ന ഗുഹാസമുച്ചയങ്ങൾ, അതായത് ടണലുകളാണ് മലയ്ക്കുള്ളിൽ, അതിനകത്താണ് ഈ സമുച്ചയം, അതിന്റെ വെളിയിൽ വിന്യസിക്കുകയാണ്. ആ ഗ്രൂപ്പിനെ 2ആയി തിരിക്കുന്നു. ഇവർക്ക് സപ്പോർട്ട് നൽകാനായി 21 അത്യന്താധുനിക ഫൈറ്റർ വിമാനങ്ങൾ, 2 അകമ്പടി വിമാനങ്ങൾ, അതുപോലെ 20 വിമാനങ്ങളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവാക്യുവേഷൻ ഓപ്പറേഷൻസിന് വേണ്ടിയൊക്കെ 20 വിമാനങ്ങളെ ഇസ്രായേൽ പ്രത്യേകമായി കരുതി വെച്ചു. നോക്കൂ, 21 വിമാനങ്ങളുടെ എയർ കവർ ലോകം ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു ചിന്ത നമ്മളെ ഞെട്ടിക്കുന്ന ചിന്തയാണ്. ഒരു എയർ പവർ എന്ന് പറയുന്നത് എത്ര സൈലന്റായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. അവർ ചെന്ന് ബോംബിട്ടില്ല എന്നതാണ് പ്രത്യേകത. ബോംബിട്ടെങ്കിൽ അറിഞ്ഞേനെ. അവർ സംഭവിച്ചത് ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങിയ ഈ ഇസ്രായേലി കമാൻഡോകൾ
ആ ഗുഹാമുഖത്ത്, ആ ഒരു മലയുടെ ഏതോ ഒരു ചെറിയ പ്രദേശത്താണ്, ആ ഗുഹാമുഖത്തുകൂടി അകത്തേക്ക് പ്രവേശിച്ച് ഏതാണ്ട് 3000 കിലോഗ്രാംസ് അടങ്ങുന്ന അതീവ സ്ഫോടനശേഷിയുള്ള ഡിറ്റനേറ്ററുകൾ സ്ഥാപിക്കുകയാണ്. എവിടെയെല്ലാം ഈ മിസൈൽ വിന്യാസമുണ്ടോ, അതിനകത്ത് നിർമ്മാണ യൂണിറ്റുകളുണ്ടോ, അവിടെയെല്ലാം മതിലിൽ കൊണ്ടുപോയി പതിക്കുകയാണ്. 2.5 മണിക്കൂർ കൊണ്ട് അത് തീർന്നു. പിന്നീട് 1/2 മണിക്കൂർ കൊണ്ട് അവർ വെളിയിലിറങ്ങി വന്നു. കൃത്യം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ അവസാനിക്കുകയാണ്. ആ ഓപ്പറേഷൻ അവസാനിച്ചു. പെട്ടെന്ന് വിമാനങ്ങൾ കയറുന്നു, ഹെലികോപ്റ്ററുകൾ കയറുന്നു, ഹെലികോപ്റ്ററുകൾ പറന്നു മുങ്ങുന്നു. ഒറ്റ ബട്ടൺ പ്രസ്, ഒറ്റയടിക്ക് അത് ഗംഭീരമായി പൊട്ടിത്തെറിക്കുകയാണ്. ആ സമുച്ചയമാകപ്പാടെ ഭൂമിയുടെ അടിയിലങ്ങ് അമരുകയാണ്. അതേക്കുറിച്ച് പുറം ലോകം പറഞ്ഞിട്ടില്ല. ആകപ്പാടെ അവിടുന്ന് റക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഒരു ചെറിയ ഭൂചലനം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ദൂരെയുള്ള ഈ ഭൂകമ്പം അളക്കുന്ന മീറ്ററുകൾ കാണിച്ചു. പക്ഷെ അത് ഇതാണ് സംഭവിച്ചത് എന്ന് ആർക്കും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴാണ് ഇസ്രായേൽ, കഴിഞ്ഞ ദിവസമാണ് IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ്, ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സഹിതം ആ വാർത്ത പുറത്തുവിട്ടത് ഇപ്പോഴാണ്. അപ്പോൾ ലോകം ഞെട്ടിത്തരിക്കുകയാണ്. ഇതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? ഈ മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാനായി ഹമാസിന്റെ കൈവശവും ഹിസ്ബുള്ളയുടെ കൈവശവും ബാഷർ അൽ അസദിന്റെ കൈവശവും എത്തുകയാണ്. ഇതിന്റെ പിന്നിൽ ഇറാനാണ് എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ പ്രഭവസ്ഥാനത്ത് തന്നെ ചെന്ന് ശത്രുവിന്റെ സൈനിക സംവിധാനത്തെ, ആയുധങ്ങളെ നശിപ്പിക്കുക എന്ന പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് സ്ട്രാറ്റജി ഇസ്രായേൽ ഫലപ്രദമായി നടപ്പാക്കിയിരിക്കുന്നതായി കാണാം. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലിന് മുൻകൂട്ടി, ഇത് ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു പാഠമാണ്, മുൻകൂട്ടി തങ്ങൾക്കെതിരെ വരുന്ന ശക്തികൾ, തങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുള്ള ആയുധങ്ങൾ, അവരുടെ നിർമ്മാണ യൂണിറ്റുകൾ, ഇതെല്ലാം തന്നെ നിർവീര്യമാക്കുന്ന ഇസ്രായേലിനെ കാണുന്നു. അതുകൊണ്ടാണ് ആ രാജ്യം പിടിച്ചു നിൽക്കുന്നത്. ആ രാജ്യത്തിന് അതിശക്തമായ പ്രതിയോഗികൾ ചുറ്റുപാടുമുണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അന്വേഷണ സംവിധാനത്തിന്റെയും രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന്റെയും. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇതാണ്. ഇത് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്നെ കേൾക്കുന്നത് ചോദിച്ചേക്കാം, 2024 സെപ്റ്റംബർ 8 നടന്നത് ഇപ്പോഴെങ്ങനെയാണ് വാർത്തയായത്? ഇപ്പോഴാണ് വാർത്തയായത്. സത്യത്തിൽ ഇപ്പോൾ മാത്രമാണ് വാർത്തയായത്. അതും ഒരു വാർത്താ ഏജൻസിയും പിടിച്ചെടുത്തില്ല, ആരും ഇത് പുറത്തുവിട്ടില്ല, ആരും അറിഞ്ഞില്ല. അതുകൊണ്ടാണ് പുറത്തുവിടാൻ സാധിക്കാത്തത്. ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടു. അതിന്റെ കൃത്യമായ നാൾവഴികളും വിവരങ്ങളും പുറത്തുവിട്ടു. അത് പരിശോധിച്ചപ്പോൾ അത് സത്യമാണെന്ന് സ്ഥിരീകരിക്കാനും കഴിയുകയുണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ പുതിയ ഒരു ക്രമം വരിക, ലോകമാസകലം പുതിയ ഒരു സെക്യൂരിറ്റി പാരഡൈം വരികയാണ്. രാജ്യങ്ങൾക്ക് അവരുടെ ഡിഫൻസ് സംവിധാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ രഹസ്യ അന്വേഷണ സംവിധാനവും, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനോ അയൽ രാജ്യങ്ങളോ ചൈനയോ നിർമ്മിക്കുന്ന ആയുധങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവുകൾ, അതിനെ അവിടെ കയറിച്ചെന്ന് നശിപ്പിക്കാനുള്ള ഒരു വേർവിറ്റൽ അല്ലെങ്കിൽ ഒരു സംവിധാനം നമുക്കൊരു പക്ഷെ ഉണ്ടാവില്ല. പ്രിയംറ്റീവ് സ്ട്രൈക്ക് അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ അങ്ങനെ ചൈനയിലോ പാകിസ്ഥാനിലോ എന്നും കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്താവുന്ന ഒരു നിലയിലല്ല ഭാരതം. കുറച്ചുകൂടി പക്ഷെ അതേക്കുറിച്ചുള്ള അറിവുകൾ വളരെ പ്രധാനമാണ്. യുദ്ധാവസരങ്ങളിൽ പ്രയോഗപ്പെടുത്താവുന്ന ഒരറിവാണ്. നല്ലൊരു സാഹചര്യം, അതാണ് ഇസ്രായേലിൽ നിന്നും പഠിക്കേണ്ട പാഠമാണ്. ഇസ്രായേൽ ചെയ്തത് വലിയൊരു മഹത്തായ കാര്യമാണ് എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏറെ പാഠങ്ങൾ ലോകരാജ്യങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ തരത്തിലുള്ള ഓപ്പറേഷൻ. നമുക്കറിയാം, എൻഡബെ വിമാനത്താവളത്തിൽ ഉഗാണ്ടയിൽ നടത്തിയ ഇസ്രായേലി ആക്രമണം, അർജന്റീനയിൽ ചെന്ന് ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്ന നാസികൾ ജർമ്മനിയിൽ നിന്ന് പോയി വിളിച്ചവരെ തിരിച്ചു കൊണ്ടുവന്നറിയാം. മ്യൂണിക് ഒളിമ്പിക്സിന് പിന്നിൽ പ്രവർത്തിച്ച, മ്യൂണിക് ഒളിമ്പിക്സിലെ 72 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലി അത്ലറ്റുകളെ വധിച്ച ആളുകളെ ഓരോരുത്തരായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് വധിച്ചതറിയാം. ഇങ്ങനെയുള്ളൊരു കമാൻഡോ ഓപ്പറേഷൻ പെർഫെക്റ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേൽ ഒരു പാഠപുസ്തകമാകേണ്ടതാണ്. ഇന്ത്യക്ക് മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങൾക്കും പാഠപുസ്തകമാകേണ്ടതാണ്. ഇങ്ങനെയാണ് ആ രാജ്യം സർവൈവ് ചെയ്യുന്നത്. ആ രാജ്യം കാട്ടുന്ന എല്ലാ ക്രൂരതയും ഞാൻ അപലപിക്കും. കാരണം എനിക്ക് അതിനകത്ത് പക്ഷം ചേർന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അപലപിക്കുന്നു. ഗാസയിൽ നടത്തുന്ന നരനായട്ടനെ അപലപിക്കുന്നു, അല്ലെങ്കിൽ നിസ്സഹായരായ ആളുകളെ കൊന്നുകൂട്ടുന്നതിനെ അപലപിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ചില സർജിക്കൽ ഓപ്പറേഷൻസ്, അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടേണ്ട സമയമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ.